പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയുടെ ആധ്യാത്മിക ആഘോഷങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ, ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാൽ അച്ഛൻ നേതൃത്വം കൊടുക്കുന്ന ബൈബിൾ കൺവെൻഷൻ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ഇന്ന് അതിന്റെ സമാപന ദിവസമാണ്. ഈ സമാപന ദിവസത്തിൽ തന്നെയും മറ്റ് പലവിധ പ്രോഗ്രാമുകളുടെ ഇടയിലും ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ എനിക്ക് കിട്ടിയ ഈ അവസരം വളരെ പ്രധാനപ്പെട്ടതും എന്റെ തന്നെ അജപാലന ശുശ്രൂഷയ്ക്ക് ദൈവാനുഗ്രഹം തരുന്നതുമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അഭിവന്യ പോളിപിതാവ് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ചതിനും ഈ അവസരം തന്നതിനുമൊക്കെ, പ്രത്യേകിച്ച് ജൂബിലി ആശംസകളൊക്കെ നൽകിയതിനും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുകയും എന്റെ കടപ്പാട് മുഴുവനും അറിയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രാവിലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില അജപാലന ശുശ്രൂഷയുടെ തുടർച്ചയെന്നവണ്ണമാണ് ഈ വചനപ്രഘോഷണം നടത്തുവാൻ എനിക്ക് അവസരമുണ്ടായത്. എന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു പള്ളിയില്, ഒരിടവകയില് ഏതാനും കുഞ്ഞുങ്ങൾക്ക് ആഘോഷപൂർവമായ കുർബാന സ്വീകരണത്തില് കാർമ്മികത്വം വഹിച്ചു. ആ ഇടവകയിൽ തന്നെ പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി നൽകുന്ന ഉപവി പ്രവർത്തനങ്ങളിൽ ഒന്നായ 50 വീട് വെച്ചു കൊടുക്കുന്നതിലെ ഒരു വീട് ആ ഇടവകയിൽ തന്നെ വെഞ്ചരിച്ചു. ഇന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് പാലക്കാട് ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടു കൂടിയാണ് ആ ബൈബിൾ കൺവെൻഷൻ സമാപിക്കുന്നത്. ഈ ശുശ്രൂഷകളുടെ ഇടയിലാണ് അതിശ്രേഷ്ഠമായ ആധ്യാത്മികമായി വലിയ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മുൻപില്, അതും യൂഖരിസ്റ്റിക് കോൺഗ്രസ് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ദൈവാനുഗ്രഹ സദസ്സിന്റെ മുൻപാകെ ഈ വചനപ്രഘോഷണം, ഹോമിലി, പ്രസംഗം നടത്തുവാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം മുഴുവനും എന്നെ സംബന്ധിച്ച് ഒരു ദിവ്യകാരുണ്യ ദിനമാണ്. ഈ ദിവ്യകാരുണ്യ ദിനത്തില് ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ സംസാരിക്കുന്നത് ഇരിങ്ങാലക്കുടക്കാര് സ്വർഗത്തിന്റെ മുന്നാസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിലാണ് എന്നത് എന്നെ ഏറെ സന്തോഷഭരിതനാക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തിലായിരിക്കുന്നത് പോലെയാണ്. ഒരു സ്വർഗത്തിന്റെ മുന്നാസ്വാദനം. ഇപ്പൊ ചോദിക്കും, പിതാവ് സ്വർഗത്തിൽ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മള് ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തില്, മനസ്സില്, ഓരോരോ വ്യത്യസ്ത രൂപങ്ങളില്, ഭാവങ്ങളില് കൊണ്ടു നടക്കുകയാ, പ്രതിഷ്ഠിച്ചിരിക്കുകയാ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു സ്വർഗീയ അനുഭൂതി കലർന്ന ഈ സദസ്സ് ഞാൻ വിചാരിച്ചതും ബോധ്യപ്പെടുന്നതുമായ സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനമാണ്. എന്നോട് ഒരിക്കല് കുറച്ചു വർഷങ്ങൾക്ക് മുൻപാണ് ഒരു വല്യമ്മച്ചി ഫോണിൽ വിളിച്ച് ചോദിച്ചു, ഞാൻ ബിഷപ്പാകുന്നതിന് മുൻപാ, അച്ഛാ, സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ തിരിച്ചറിയുവോ? ഒരു വലിയ ചോദ്യമാണ്. സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചറിയുവോ? ഞാൻ ആ ചേട്ടത്തി അമ്മച്ചി വളരെ കോപാകുലയാ, ഭയങ്കര ദേഷ്യപ്പെടുക. അപ്പൊ ഞാൻ അല്പസമയം ഒന്ന് പതറി. ചിലപ്പോൾ തിരിച്ചറിയുമായിരിക്കും, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു ഉഴപ്പൻ മട്ടില് ഒരു മറുപടി ഫോണിൽ കൂടെ കൊടുത്തു. അപ്പുറത്തു നിന്നുള്ള ആക്രോശം ശക്തമായി. കൃത്യമായിട്ട് മറുപടി പറയച്ചാ, എന്നോട് പറയാ, അച്ഛാ കൃത്യമായിട്ട് മറുപടി പറയുക, സ്വർഗത്തിൽ ചെന്നാൽ തിരിച്ചറിയുവോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ചെല്ലുകയാണെങ്കിൽ ഇത് പീറ്റർ കൊച്ചുപുരിക്കൽ പിതാവാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തിരിച്ചറിയാം. നിങ്ങൾ എന്നെ അച്ഛനാ ഗോളിക്കണ്ണുകാടൻ പിതാവാണെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോ എനിക്കും തിരിച്ചറിയാം. അങ്ങനെ സാധിക്കുമോ എന്നാണ് അമ്മച്ചിയുടെ ചോദ്യം.
ഞാൻ പറഞ്ഞു, കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, 2 കൂട്ടരെ എന്തായാലും സ്വർഗത്തിൽ ചെല്ലുമ്പോ തിരിച്ചറിയും. 2 കൂട്ടര്. ആരൊക്കെയാണെന്ന് എന്നോട് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ചില ആളുകളോട് പറയാറുണ്ട്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറയുന്നതാണ്. അപ്പൊ അവരെ ഒരു പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോ കണ്ടുമുട്ടിയേക്കാം. പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണല്ലോ പിരിയുന്നത്. വേറെ അർത്ഥത്തിലാണ്, വേറെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പറയുന്നതെങ്കിലും. പിന്നെ അടുത്ത് ദേഷ്യപ്പെടാം. പിന്നെ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഈ ഭൂമിയില് കടം മേടിച്ചിട്ട് മുങ്ങി നടക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെന്നാൽ പിടികൂടും. ഇവനാണ് എന്റെ 50,000 രൂപ കടം മേടിച്ചിട്ട് കിട്ടാതെ പോയി നടക്കുക, അവനെ പിടികൂടണം. അങ്ങനെയുള്ളവരൊക്കെ പിടികൂടുമെന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയാന്ന് പറഞ്ഞപ്പോ ഞാനും ഈ അമ്മാമ്മയും തമ്മിൽ കിലോമീറ്ററുകൾ അകലെയായത് നന്നായി. അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എനിക്കിപ്പോഴും ഊഹിക്കാൻ പറ്റില്ല. എന്റെ ഷേപ്പൊന്നും ഈ രീതിയിലായിരിക്കില്ല. അതുപോലെയുള്ള മറുപടികൾ അവിടുന്ന് വന്നുകൊണ്ടിരിക്കണം. ഞാൻ ചോദിച്ചു, അല്ല, എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, കുറെ നേരമായല്ലോ ചോദ്യങ്ങൾ തുടങ്ങിയിട്ട്. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് അമ്മച്ചി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സ്വർഗത്തിൽ ചെന്നാൽ തിരിച്ചറിയുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മച്ചി പറഞ്ഞ മറുപടി, എനിക്ക് എന്റെ കെട്ടിയോനെ സ്വർഗത്തിൽ ചെല്ലുമ്പോ തിരിച്ചറിയണ്ട. മനസ്സിലായില്ലേ? എനിക്ക് എന്റെ കെട്ടിയവനെ സ്വർഗത്തിൽ ചെല്ലുമ്പോ യാതൊരു കാരണവശാലും തിരിച്ചറിയണ്ട. ഞാൻ ചോദിച്ചു, ഞാൻ പിതാവായ ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യണോ? ഞാൻ പറഞ്ഞു, അമ്മച്ചി പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഒരു കാരണവശാലും അമ്മച്ചിയുടെ പ്രൈവസി, ഐഡന്റിറ്റി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വെളിപ്പെടിയാൽ ആരും അമ്മച്ചിയെ തിരിച്ചറിയില്ല. അച്ഛാ, ഉറപ്പാണോ? ഉറപ്പാ. എന്താ അത്ര ഉറപ്പ്? ഞാൻ പറഞ്ഞു, അമ്മച്ചി സ്വർഗത്തിൽ പോയിട്ട് വേണ്ടേ തിരിച്ചറിയാൻ. കിലോമീറ്ററുകൾ അകലെയായത് അപ്പോഴും വളരെ നന്നായി. സ്വർഗത്തിൽ ചെല്ലുമ്പോ പോലും എനിക്ക് എന്റെ കെട്ടിയവനെ തിരിച്ചറിയണ്ട. ഈ ഭൂമിയിലെ എന്തൊരു ജീവിതം! പരിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കും. പ്രാർത്ഥനകളും നൊവേനകളും സാധ്യമായ മറ്റു തിരുക്രമങ്ങളെല്ലാം സാഘോഷം നടത്തുമ്പോ അതിൽ ശാരീരിക സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കും അമ്മച്ചി. ശാരീരിക സാന്നിധ്യം, പള്ളി പോവും, പ്രാർത്ഥിക്കും, കുർബാനയിൽ പങ്കെടുക്കും, ഒക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിലെ ചില തകരാറുകൾ, ചില ഏറ്റക്കുറച്ചിലുകൾ, ഉണ്ടാകേണ്ട ആധ്യാത്മികമായ കൃപകള് നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് സ്വർഗത്തിൽ ചെല്ലുമ്പോ പോലും വേണ്ട എന്നുള്ള മനോഭാവം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മളെ സ്വർഗരാജ്യത്തിൽ കർത്താവ് സ്വീകരിക്കുവാൻ കാത്തിരിക്കുകയാണ്. സിമ്പിൾ ഫെയ്ത്ത് ആണ്. അതിന് പ്രത്യേകിച്ച് വലിയ ഫിലോസഫി, വലിയ തിയോളജി ഒന്നും ആവശ്യമില്ല. ഒരു സാധാരണക്കാരന്റെ വിശ്വാസം മതി നമുക്ക്. നമ്മളൊക്കെ സ്വർഗത്തിൽ ചെല്ലാനുള്ളവരാ. ദൈവത്തെ മുഖാമുഖം കണ്ട് ആരാധിക്കാനുള്ളവരാ. ഈശോയെ ദർശിക്കാനുള്ളവരാ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകെട്ടിലായിരിക്കാനുള്ളവരാ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാ നമ്മൾ. ഇങ്ങനെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമുക്ക് ഒരു കൂട്ടായ്മ ഉറപ്പുവരുത്തുന്ന വലിയ സംഭവമാണ് യേശുക്രിസ്തുവിന്റെ തിരുശരീരങ്ങൾ അടങ്ങുന്ന യൂഖാരിസ്റ്റ്, ദിവ്യകാരുണ്യം. വിശുദ്ധ ബേസിൽ പറയുന്നു, യൂഖാരിസ്റ്റ് ഈസ് ദ അപ്രോപ്രിയേറ്റ് ഫുഡ് ഫോർ ദ ബാപ്റ്റൈസ്ഡ്. മാമോദീസ സ്വീകരിച്ചവരുടെ യഥാർത്ഥത്തിലുള്ള ഭക്ഷണമാണ് ദിവ്യകാരുണ്യം. മാമോദീസ സ്വീകരിച്ചവരുടെ യഥാർത്ഥ ഭക്ഷണം. യഥാർത്ഥ ഭക്ഷണത്തെക്കുറിച്ച് ഈശോ തന്നെ തന്റെ ശരീരരക്തങ്ങളെ ധരിച്ചുകൊണ്ട് പറയുന്നുണ്ടല്ലോ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നിത്യജീവൻ ഉപകരിക്കുന്ന ഭക്ഷണം യഥാർത്ഥ ഭക്ഷണമാണ്. നിത്യജീവൻ ഉപകരിക്കാത്ത ഭക്ഷണം വെറും ശാരീരികമാ, ഭൗതികമാ, ഈ ലോകം കൊണ്ട് അവസാനിക്കും. നിത്യജീവൻ ഉപകരിക്കുന്ന ഭക്ഷണം യേശുവിന്റെ ശരീരരക്തങ്ങളാ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിന് വേറെ സംശയത്തിനൊന്നും വകയില്ല.
സംശയത്തിനിടയില്ല. ഈശോയുടെ ശരീരരക്തങ്ങള് പ്രധാനപ്പെട്ട കാര്യം നോക്കുക, ശരിയായ ഭക്ഷണമാണ്, യഥാർത്ഥത്തിലുള്ള ഭക്ഷണം. ഈ ഭക്ഷണം കഴിച്ച് നമ്മൾ വളരുകയാ. ഓട്ടോമാറ്റിക് ഗ്രോത്ത് ഈ ദൈവിക ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശോയുടെ യഥാർത്ഥമായ ശരീരരക്തങ്ങൾ, ആ ഭക്ഷണം കഴിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്രിയാത്മകമായ സഹകരണം ഉണ്ടാകണ്ടേ. കാർഡിനൽ റാറ്റ്സിംഗർ ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, The church is a eucharistically constituted body of Christ and not merely an association or a sociological entity. The church is a eucharistically constituted body of Christ. സഭ ക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യാത്മകമായ ശരീരമാണ്. അതൊരു സാധാരണ ഒരു സാമൂഹ്യ എൻറ്റിറ്റി അല്ല. ദിവ്യകാരുണ്യാത്മകമായ ഒരു ക്രിസ്തു ശരീരമാണ് തിരുസഭ. ഈ തിരുസഭയിൽ അംഗമായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കടമകളുണ്ട്, നമ്മുടേതായ കൂട്ടായ്മയിലേക്കുള്ള ചേർച്ചയുണ്ട്, വളർച്ചയുണ്ട്. നമ്മൾ നടത്തുന്ന ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഒരു ആപ്തവാക്യം എന്ന നിലയിൽ നമുക്കറിയാം, ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക്, ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക്. ഈ യാത്ര ഇതൊരു യാത്രയാ. ഒന്നായി ഒരു ഹൃദയമായി ദിവ്യകാരുണ്യത്തിലേക്ക് ഒരു യാത്രയാണ്. ഈ യാത്രയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താ? ആ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ ഓരോന്നോരോന്നായി പിഴുതുകളയാൻ ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്, ഈശോയുടെ ശരീരരക്തങ്ങളോടുള്ള കൂട്ടായ്മ നമ്മെ ആന്തരികമായും സ്വയം പ്രേരിതമായും നിർബന്ധിക്കുകയാണ്. അഭിവന്യ കണ്ണൂക്കാടൻ പിതാവ്, പോളിപ്പിതാവ് ഈ പരിശുദ്ധ കുർബാനയുടെ സമാരംഭത്തിൽ 1-2 വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. പിതാവിന്റെ ഹൃദയം തുറന്നുള്ള വർത്തമാനം കേട്ടപ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്പ സെന്റിമെന്റലായി. പിതാവ് ക്ഷമ ചോദിക്കുക. എത്ര മനോഹരമായ ഒരു വലിയ ഇടയന്റെ ഹൃദയത്തിന്റെ ഒരു തുറവിയ. ഈ ഹൃദയം തുറന്നതിന്റെ പിന്നില് ഇപ്രകാരം സർവജനത്തെയും സാക്ഷി നിർത്തി പിതാവ് തന്റെ അജഗണങ്ങളോട് ചോദിച്ച ഈ ക്ഷമായാചനത്തില് എത്രമാത്രം ഹോഴ്സ് പവർ, മനുഷ്യന്റെ ഹൃദയങ്ങളെ മാറ്റം വരുത്താൻ എന്തുമാത്രം ശക്തി, പവർ ആ കൊച്ചു വാചകത്തിനുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. ഈശോയുമായുള്ള ദിവ്യകാരുണ്യ കൂട്ടായ്മയില് ഓട്ടോമാറ്റിക് ഗ്രോത്ത് അല്ലാതെ സ്വയം ചേർന്ന് നിന്നുകൊണ്ട് ആത്മാർത്ഥമായ പരിശ്രമങ്ങളിലൂടെ വളരുവാൻ, കൂട്ടായ്മ വളർത്തുവാൻ വിഘാതമായി നിൽക്കുന്ന ചിലതിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാ, മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാ പിതാവ് അങ്ങനെ സംസാരിച്ചത്. കൂട്ടായ്മയെ തടസ്സപ്പെടുത്തുന്നത് വിഭാഗീയതയാണ്. അവിടെ പരിശുദ്ധാത്മാവില്ല. നിങ്ങൾ നോക്കുക, സോളമൻ രാജാവിന്റെ കൊട്ടാരത്തില് 2 സ്ത്രീകൾ വന്ന് ബഹളം വെച്ചത് നമുക്കറിയാമല്ലോ. ഒരു കുഞ്ഞിന്റെ പേരിലാ. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കുഞ്ഞുങ്ങൾ, ചരിത്രം നമുക്കറിയാം, ബൈബിളിലെ സംഭവമാണ്. ഒരാൾ പറയുന്നു ഇതെന്റെ കുട്ടിയാ, ജീവിക്കുന്ന കുട്ടിയെ കുറിച്ചാ, ജീവിക്കുന്ന ശിശുവിനെ കുറിച്ചാ തർക്കം. മറ്റേ അമ്മ പറയുന്നു അല്ല, അവള് ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാ, ഞാനാണ് ഒറിജിനൽ അമ്മ. രാജാവിന്റെ ജ്ഞാനം, സോളമന്റെ പ്രസിദ്ധമായ ജ്ഞാനം വർക്കൗട്ട് ചെയ്തു. എന്താ സംഭവിച്ചത്? വാള് കൊണ്ടുവരിക, 2ആയിട്ട് മുറിക്കുക ശിശുവിനെ, ജീവനുള്ള ശിശുവിനെ 2ആയിട്ട് മുറിക്കുക. ജീവൻ നഷ്ടപ്പെട്ടു, മാംസപിണ്ഡങ്ങളാ. വിഭജനമുണ്ടാകുമ്പോ ജീവൻ നഷ്ടപ്പെടുകയാ, മാംസപിണ്ഡങ്ങളായിട്ട് മാത്രം നിൽക്കുകയാ. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് അമ്മമാരുടെ സ്വരമുയരും, വെട്ടിമുറിക്കില്ലെങ്കിൽ വെട്ടിമുറിക്കട്ടെ, അത് നടക്കട്ടെ, പകുതി എനിക്കും പകുതി നിനക്കും. ഈ മനോഭാവം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ അമ്മമാര് പറയും അതിനെ മുറിക്കരുത്, 2ആക്കരുത്, അതിനെ അവൾക്ക് തന്നെ കൊടുത്തുകൊള്ളുക. സമാധാനം, സ്വയം കീഴടങ്ങുക സമാധാനത്തിന്.
വിട്ടുകൊടുത്തേക്കുക, എനിക്ക് വേണ്ട. ഡ്യൂപ്ലിക്കേറ്റ് അമ്മ, ഒറിജിനൽ അല്ലാത്തവള് പറഞ്ഞ മറുപടി ഹൃദയത്തിൽ തട്ടി. ഒറിജിനൽ അമ്മ, ജെനുവിൻ അമ്മ പറഞ്ഞത് എന്താ നമുക്കറിയാമല്ലോ. അപ്പോൾ വിഭാഗീയത വന്നാൽ ജീവൻ നഷ്ടപ്പെടുകയാ. ജീവൻ നഷ്ടപ്പെട്ട മാംസപിണ്ഡങ്ങളെ ആർക്ക് വേണം? അത് കുഴിച്ചിടാൻ, മറവ് ചെയ്യാനല്ലാതെ എന്തുകൊണ്ട് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മുടെ സഭാ സമൂഹം, നമ്മുടെ രൂപതാ സമൂഹം ജീവൻ നഷ്ടപ്പെട്ട് ഛിന്ന ഭിന്നമായി കിടക്കുന്ന മാംസപിണ്ഡങ്ങളാകരുത്, ഛിന്ന ഭിന്നമായി പോകുന്ന മാംസ കഷണങ്ങളാകരുത്. ജീവൻ തുടിക്കുന്ന, കൂട്ടായ്മയിൽ നിലനിൽക്കുന്ന ഒരു ശരീരമാകണം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യുക്കാരിസ്റ്റിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, നോട്ട് മിയർലി എ സോഷ്യോളജിക്കൽ എൻറ്റിറ്റി, നോട്ട് മിയർലി എ സൊസൈറ്റി, എ കമ്മ്യൂണിറ്റി. നോ, ദിവ്യകാരുണ്യാത്മകമായ സമൂഹം, പരിശുദ്ധ കുർബാനയെ കേന്ദ്രീകരിച്ചുള്ള സമൂഹം. ഈ സമൂഹത്തിലെ വിഭജനങ്ങൾ, വിഭാഗീയതകൾ ഉണ്ടാകാൻ പാടില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരേ ചൈതന്യത്തോടും ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടി നമ്മൾ നീങ്ങുകയാ. ഈ സമൂഹം, ഈ വേദി, സെന്റ് തോമസ് കത്തീഡ്രലിന്റെ ഈ വേദി നവമായ പന്തക്കുസ്തായുടെ ഒരു വേദിയാണ്, മറ്റൊരു സെഹിയോൻ ശാലയാണ്. പരിശുദ്ധ അമ്മയോടും സ്ലീഹന്മാരോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനം അനുഭവപ്പെടുന്ന നവമായ ഒരു പെന്തക്കുസ്തായുടെ വേദിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാ. ഈ വേദി അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന സമൂഹം കൂട്ടായ്മയുടെ ജീവിതമാ, ഒറ്റക്കെട്ടിന്റെ ഒരു സമൂഹമാണ്. ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മളൊരു ചെറിയ സബ് ടൈറ്റിൽ കാണും, വിഷം കലർന്ന ഭക്ഷണം. വിഷം കലർന്ന ഭക്ഷണം. ഈ വിഷം കലർന്ന ഭക്ഷണത്തിന്റെ പശ്ചാത്തലം കൂടി പറയാം. എലീഷ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ട് ഗിൽഗാൽ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ വന്നപ്പോ ചെറിയൊരു പ്രവാചക ഗണം വിശന്ന് പൊരിഞ്ഞിരിക്കുക. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. എലീഷ പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകന്മാര്, ഈ ശുശ്രൂഷകർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല ഈ നാട്ടില്, ഒന്നുമില്ല. അദ്ദേഹം ചെറിയൊരു ഗ്രൂപ്പിനെ, ഭൃത്യന്മാരെ എല്ലാത്തിനും നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട്, നമുക്കറിയാം, ബൈബിൾ അറിയാം, നിങ്ങൾ പോയിട്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ശേഖരിക്കുക. അവിയൽ ഉണ്ടാക്കുക, ഒരു നിവൃത്തിയില്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാധനമാണ് അവിയൽ. വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം, എല്ലാം കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനം. ഇത് കഴിയുമ്പോൾ അമ്മമാരെന്നെ വളയരുത്, വളഞ്ഞിട്ട് പിടിക്കരുത്, എല്ലാം കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അവിയൽ. എലീഷ പ്രവാചകൻ അങ്ങനെ തോന്നി, ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവന്മാർക്കെല്ലാം കൊടുക്കാൻ അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടട്ടെ, തുടർന്ന് ശുശ്രൂഷ ചെയ്യാനുള്ളതാ, ഭക്ഷണമില്ല, ഒന്നുമില്ല, പട്ടിണിയാ. അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ശേഖരിക്കാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ പോയപ്പോ ഒരു ഭൃത്യൻ എന്താണെന്നറിയാതെ കാട്ടുമുന്തിരിങ്ങ പറിച്ച് മടിയിലിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അവിയലുണ്ടാക്കുന്ന പാത്രത്തിൽ അറിയാതെ ഈ കാട്ടുമുന്തിരിങ്ങയും ചേർത്ത് അവിയലുണ്ടാക്കി. ഭക്ഷണം പാകമായി. വിശന്ന് പൊരിഞ്ഞിരുന്ന പ്രവാചക ഗണം, ചെറുപ്രവാചകന്മാര് ആക്രാന്തം തുടങ്ങി. വിശന്നിട്ട് വയ്യ, അവിയൽ കഴിക്കാൻ വട്ടം കൂട്ടുക. ആദ്യം കഴിച്ചവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഏനക്കേട് തോന്നുക, പ്രശ്നം. അവര് വിളിച്ചു പറഞ്ഞു, എന്താണെന്നറിയാമോ? ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. ഭയങ്കര ശക്തമായ വചനമാ. പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. എലീഷ പ്രവാചകന് കാര്യം മനസ്സിലായി. ആരോ അറിയാതെ ഈ ഭക്ഷണം, സുന്ദരമായ ശുദ്ധമായ ഈ ഭക്ഷണത്തില് അറിയാതെ ഒരു കാട്ടുമുന്തിരി പറിച്ചിട്ടപ്പോ ആ ഭക്ഷണം മുഴുവനും വിഷമയമായി മാറി, കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമായിട്ട് മാറി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഒരു നുള്ളു മാവ് കൊണ്ടുവന്ന് ആ ഭക്ഷണത്തിലിടുക. ഒരു നുള്ളു മാവെടുത്ത് കൊണ്ടുവരിക, അത് കൊണ്ടുവന്ന് ഈ വിഷം കലർന്ന ഭക്ഷണത്തിൽ ചേർക്കുക. അവര് ചേർത്തു. പ്രവാചകൻ പറഞ്ഞു, വിഷാംശം മാറിയിരിക്കുന്നു, ഇനി ഭക്ഷിച്ചു കൊള്ളുക.
ഞാൻ നുണ പറയുന്നതല്ല, ബൈബിളിലുള്ളതാ. 2 രാജാക്കന്മാര് 4:38 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളിലുള്ളതാ. അറിയാതെ കൂട്ടായ്മയിലേക്ക് ഓരോരോ കാട്ടുമുന്തിരികൾ വലിച്ചിടും. കൂട്ടായ്മയിലേക്ക്, രുചികരമായ ഭക്ഷണത്തിലേക്ക്, വിശപ്പടക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന രുചികരമായ ഭക്ഷണത്തിലേക്ക്, അധ്വാനിച്ചു വളർത്തിക്കൊണ്ടുവന്ന കൂട്ടായ്മയിലേക്ക് അറിഞ്ഞും അറിയാതെയും ചില കാട്ടുമുന്തിരികൾ, ചില കാട്ടു പദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുകയാ. ആരും അറിയില്ല. ഇതങ്ങോട്ട് വെച്ചു കൊടുത്ത ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണാകുക. സഹോദരങ്ങളെ, ഈ രൂപതയില് ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹം, പ്രൗഢിയും പാരമ്പര്യവും വിശ്വാസത്തിന്റെ ആഴവുമുള്ള ഈ രൂപതയില് ആരും കാട്ടുമുന്തിരി കലർത്തി ഈ രൂപതയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തരുത്. ആരും കാട്ടുമുന്തിരി കലർത്തി ഈ രൂപതയുടെ ദൈവികതയെ നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും ചേർന്ന് അവിയലൊരുക്കുകയാ, ഭക്ഷണമൊരുക്കുകയാ, രുചികരമായ ഭക്ഷണമൊരുക്കി രൂപതയെ വളർത്തുകയാ. എലീശാ പ്രവാചകൻ പറഞ്ഞ മാവിന്റെ പൊടി എന്താ? അത് മറ്റൊന്നുമല്ല, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ദിവ്യകാരുണ്യത്തിന്റെ രൂപമാണ്. തിരുവോസ്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാ? മാവ് ചേർത്താണല്ലോ. അപ്പോൾ വിഷം കലർന്ന ഭക്ഷണത്തില്, തകർന്നടിഞ്ഞ ജീവിതത്തില്, നിരാശപ്പെടുന്ന ജീവിതത്തില് ദിവ്യകാരുണ്യം പ്രവർത്തനക്ഷമമാകും. പരിശുദ്ധ കുർബാന പ്രവർത്തന നിരതമാകും. അറിയാതെ കലർത്തപ്പെട്ട വിഷാംശങ്ങൾ സംശുദ്ധമാകും. ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്രദമാണ്. പ്രവാചകന്റെ ജീവിതത്തിലെ, എലീശാ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ സംഭവിച്ച കാര്യം നമുക്കുണ്ടാകട്ടെ. നീ ഉചിതമായത് പ്രവർത്തിച്ചില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ദൈവപുരുഷ, പാത്രത്തിൽ മരണം പതിയിരിക്കുന്നു. ഉചിതമായത് പ്രവർത്തിച്ചില്ലെങ്കിൽ പടിവാതിൽക്കലിരിക്കുന്ന പാപം നിന്നെ കീഴ്പ്പെടുത്തും. ഈ ദിവസങ്ങളില് ഉചിതമായത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മുടെ കർത്താവിനെ, ഈശോയെ, ദിവ്യകാരുണ്യത്തെ ആരാധിച്ചും എഴുന്നള്ളിച്ചും പ്രാർത്ഥനകൾ ചൊല്ലിയും വിവിധ ക്ലാസുകൾ സംഘടിപ്പിച്ചുമൊക്കെ നമ്മൾ ഉചിതമായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. ഉചിതമായത് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വരും. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യമാണല്ലോ സുവിശേഷത്തിൽ അനുസ്മരിച്ചത്. കുറേയേറെ കാര്യങ്ങൾ നമുക്കറിയാം, ചർച്ചകളും ക്ലാസുകളുമൊക്കെ അതിൽമേൽ നടന്നതാ. ഏതായാലും ആ എമ്മാവൂസ് സംഭവത്തിൽ നിന്ന് ഒറ്റ കാര്യം മനസ്സിലാക്കുന്നത് പറയട്ടെ, തിരിച്ചറിവിന്റെ കൂദാശയാണ്. തിരിച്ചറിവിന്റെ കൂദാശയാ, ഈശോയെ തിരിച്ചറിയാനുള്ള കൂദാശ. ഇത്രകാലം ചെയ്തു വന്നിരുന്നത് ശരിയല്ലാത്ത പ്രവൃത്തികളാണെന്ന് കർത്താവിന്റെ മുമ്പിൽ തിരിച്ചറിയാനുള്ളൊരു കൂദാശ. ഇനിയും നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന കൂദാശ. അങ്ങനെ ദിവ്യകാരുണ്യം ഒരു തിരിച്ചറിവിന്റെ കൂദാശയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന എമ്മാവൂസ് സംഭവം നമ്മൾ കേട്ടു. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ കേന്ദ്രീകൃതമായ ഒരു ശുദ്ധമായ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും കൃപയരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ദേവാലയത്തിന്റെ ഈ വേദി അങ്ങനെയുള്ള ഒരു പുതിയ എമ്മാവൂസ് ഗ്രാമമാണ്. ഇതൊരു എമ്മാവൂസ് ഗ്രാമമാണ്. എത്തേണ്ട സ്ഥലമാണ്. യാത്ര നിർത്തി എത്തേണ്ട സ്ഥലമാണ്. അവനെ തിരിച്ചറിയാനുള്ള സ്ഥലമാണ്. അവൻ അപ്പം മുറിക്കുമ്പോ, വചനം വ്യാഖ്യാനിക്കുമ്പോ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ വേദി മറ്റൊരു എമ്മാവൂസ് ഗ്രാമമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിനത്തിന്റെ, ഈ മഹനീയ സംഭവത്തിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നമ്മളെ ഈശോയിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വാക്യം കൂടി, ഒരു കാര്യം കൂടി അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഡാമിയന്റെ വാക്കുകളാണിത്. മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അവർക്ക് താങ്ങും തണലുമാകാൻ എന്നെ ഉത്തേജിപ്പിച്ചതും തൽഫലമായി ഇന്ന് എന്റെ ശരീരത്തിൽ കാണുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ എന്നെ പ്രാപ്തനാക്കുന്നതും അൾത്താരയിലെ എന്റെ ദിവ്യകാരുണ്യനാഥനാണ്. ഇത്ര ഹൃദയസ്പർശിയായ വാക്കുകൾ. മൊളോക്കോയിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ അവർക്ക് താങ്ങും തണലുമാകാൻ എന്നെ ഉത്തേജിപ്പിച്ചത് എന്റെ ദിവ്യകാരുണ്യനാഥൻ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിലേക്ക് ഈ ഒരൊറ്റ വചനം മതി നമ്മുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ. ഈ വിശുദ്ധന്റെ വാക്കുകളും ഈശോയുടെ ചെയ്തികളും
നമ്മെ ആത്മാർത്ഥമായിട്ട് ഉത്തേജിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉപവിപ്രവർത്തനങ്ങൾ, സമർത്ഥമായ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യ ജീവിതം അർത്ഥസമ്പുഷ്ടമാക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.